സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ MSF, KSU, മഹിളാ കോൺഗ്രസ് ഇവർ നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടന്നു. ബാരിക്കേഡിന് മുകളിൽ കയറിയും പ്രതിഷേധം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട് അവിടെ നിന്നും. സ്റ്റെഫിൻ, ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷകലുഷിതമായ അന്തരീക്ഷം തന്നെയാണോ? ഈ പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണോ? മോത്തി, ഏതായാലും സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്ത് സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. കാരണം ആദ്യം ഇങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത് MSF ആണ്. MSF ഈ ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമം നടത്തി. അതോടൊപ്പം തന്നെ രണ്ട് പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് ചാടിക്കടന്നു. അവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്നിട്ടും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ്, റോഡ് ഉപരോധിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും വലിയ സംഘർഷമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മോടൊപ്പം രാഹുൽജി നമ്മുടെ റിപ്പോർട്ടർ ചേരുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും ഒരു പ്രതിഷേധങ്ങൾ കൈ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും നമ്മൾ അല്പസമയം മുമ്പ് കണ്ട ദൃശ്യങ്ങളൊന്നും അല്ല ഇവിടെ കാണുന്നത്. കാരണം ആദ്യം MSF പ്രതിഷേധമായിരുന്നു, അതിനുശേഷം ഈ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും പ്രതിഷേധമായിരുന്നു. അങ്ങനെ പോലീസ് വളരെ പാടുപെട്ടാണ് ഈ മൂന്ന് സംഘടനകളെ പ്രതിഷേധത്തിന് അയവ് വരുത്താൻ, അല്ലെങ്കിൽ അവരെ ഈ ബാരിക്കേഡിൻ്റെ പ്രദേശത്ത് നിന്ന് മാറ്റാനായി പോലീസ് ശ്രമിച്ചത്. ആദ്യം MSF ഈ സമരഗേറ്റിന് തൊട്ട് അപ്പുറത്തുള്ള റോഡ് ഉപരോധിക്കുന്നു. പൂർണ്ണമായ ഒരു അന്തരീക്ഷമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുണ്ടായത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘടനകളൊക്കെയും പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചതും ഒടുവിൽ പോലീസ് ഇവരെയൊക്കെ പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്.